ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു എലി ഉണ്ടായിരുന്നു, ഒരു കോഴിയുണ്ട്, ഒരു ആടുണ്ട്, ഒരു പശു ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സൗഹൃദത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ആ സമയത്ത് രാത്രിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, വീട്ടിലെ ഉടമസ്ഥർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടു. ഈ എലിയുടെ ഭയങ്കര ശല്യമാണ്, എലിക്ക് എന്ത് വെക്കണം, എലി പത്തായം വെക്കണം, എലിക്ക് കെണി വെക്കണം. അങ്ങനെ രാത്രിയിൽ കെണിയെല്ലാം ഒരുക്കി ഇവർ കിടന്നുറങ്ങി. ഇത് കണ്ടിട്ട് എലി ചെന്നിട്ട് കോഴിയോട് പറഞ്ഞു, എന്നെ പിടിക്കാൻ വേണ്ടി പത്തായം വെച്ചിരിക്കുകയാണ്, ചിലപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് എൻ്റെ കേസ് തീരും. അത് കേട്ടിട്ട് കോഴി പറഞ്ഞു, നീ ചത്താൽ എനിക്കെന്തുവാ, എനിക്കതിനൊന്നും എന്നെ ഏശാൻ പോകുന്നില്ല. അടുത്തത് ആടിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. ആടും അതുപോലെ ഒരു മറുപടി പറഞ്ഞു, നീ ചത്താൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അടുത്തത് വീണ്ടും കാളയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ ഇന്ന് രാത്രിയിൽ കെണി വെച്ച് കൊല്ലാൻ പോകുകയാണ്, ഇന്ന് രാത്രി കൊണ്ട് എൻ്റെ കഥ തീരും. കാള പറഞ്ഞു, നീ ഒരു എലിയല്ലേ, നീ ചത്താൽ എനിക്കെന്താ. പക്ഷെ അന്ന് രാത്രി സംഭവിച്ചത്, ആ എലിപ്പത്തായത്തിൽ ആ കെണിയിൽ വന്ന് പെട്ടതൊരു മൂർഖൻ പാമ്പായിരുന്നു. ഈ പാമ്പ് അതിൽ വന്നു. അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഭാര്യയും ഭർത്താവ് തമ്മിൽ പറഞ്ഞു, നമ്മളുടെ ആ ട്രാപ്പ് വിജയിച്ചിരിക്കുകയാണ്, എലി അതിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ ലൈറ്റ് ഇടാതെ തന്നെ ആ എലിപ്പത്തായം പുറത്തേക്ക് വെക്കാമെന്ന് ചിന്തിച്ച് ആ വീട്ടിലെ സ്ത്രീ അതെടുത്ത് പുറത്തേക്ക് വെക്കാൻ ചെല്ലുമ്പോൾ അത് മൂർഖൻ പാമ്പായിരുന്നത് കൊണ്ട്, ശരീരം മുറിവേറ്റതുകൊണ്ട് ഈ സ്ത്രീയെ തലങ്ങും വിലങ്ങും കൊത്തുകയുണ്ടായി. അവർ വളരെ ആയിട്ട് ഈ ഭർത്താവ് ഈ സ്ത്രീയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ഇത്രയും നാൾ ചികിത്സിച്ചിട്ടും അവർക്ക് സൗഖ്യം വന്നില്ല. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കണം. ആദ്യം കോഴിയെ കണ്ടിച്ച് സൂപ്പ് വെച്ച് കൊടുത്തു. എന്നിട്ടും ഭേദം വരുന്നില്ല. അടുത്ത ദിവസം എന്ത് ചെയ്തു, ആടിനെ വെട്ടി സൂപ്പ് വെച്ച് കൊടുത്തു. എന്നിട്ടും ഭേദം വരുന്നില്ല. ആ സ്ത്രീ മരിച്ചുപോയി. സ്ത്രീ മരിച്ചുപോയപ്പോൾ ഫ്യൂണറൽ നടത്താൻ പണമില്ലാത്തത് കൊണ്ട് ആ കാളെ കശാപ്പുകാരന് കൊടുത്തിട്ട് ആ പൈസ മേടിച്ചിട്ട് അവിടെ ഫ്യൂണറൽ നടത്തുകയാണ്. പക്ഷെ രക്ഷപ്പെട്ടത് എലി മാത്രമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ചിലപ്പോൾ ചിരിച്ചേക്കാം. നിങ്ങളോട് ഒരാൾ ഒരു വിഷയം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നിസ്സാരമായി എടുക്കരുത്. നിങ്ങളുടെ ഉള്ളിലൊരു ഭാരം വരണം. ആ വിഷയം എന്നോട് പറയുന്നത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ വ്യക്തിയെ വിടുതലിലേക്ക് നയിക്കുവാനും കർത്താവ് എനിക്കൊരു ദൗത്യം തന്നിരിക്കുകയാണ്.